നാളെ ഉത്സവം തീരാണ്. എഴുന്നള്ളത്ത് വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത കാര്യം ഞാൻ ഓക്കെ ആയിക്കോളാം. പക്ഷെ നിന്റെ അവിടെ നീ പൊളിക്കണം. പറ്റുമോ? നിന്റെ വാക്കും പഴയ ചാക്കും, അതാണ് സംഭവം. നീ ഒരു കാര്യം ചെയ്യണം. കറക്റ്റായിട്ട് എത്ര ലിറ്റർ സാധനം നീ എടുക്കുമെന്ന് പറ. അന്ന് കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തെ പോലെ എല്ലാം കഴിഞ്ഞ് എഴുന്നള്ളത്താ കഴിഞ്ഞ് വന്നപ്പോൾ നീ PP കാറിന് കൊടുത്ത്, ചെണ്ടമേളക്കാരന് കൊടുത്ത്, മറ്റവന്മാർ കൊടുത്തെന്ന് പറഞ്ഞിട്ട് അവസാനം എൻ്റെ ചെറുക്കന്മാർ വന്നപ്പോൾ നീ ആണെങ്കിൽ തുണി പൊക്കി കാണിച്ച്. അതുകൊണ്ട് ആ പരിപാടി ഈ വർഷം എൻ്റെ പൊന്നളിയ ഒരു കാരണവശാലും നടക്കൂല. നീ കറക്റ്റായിട്ട് പറ, എന്തൊക്കെ ചെയ്യാന്ന് പറ. എന്റെ പൊന്നാളിയെ ഞാൻ തുണി പൊക്കി കാണിച്ചതല്ല, എന്റെ ഇടുപ്പിൽ സാധനം ഉണ്ടായിരുന്നു, അത് പറഞ്ഞത് അവന്മാർക്കത് മനസ്സിലായില്ല. നീ കുപ്പിയിരുന്നതാ കാണിച്ചത്, അല്ലാതെ അവന്മാര് വേറെ കറുത്തെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഓടി. അതൊക്കെ പോട്ട്. എന്റെ പൊന്നു ഓമനക്കുട്ട, എനിക്ക് ഇതിന്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എന്റെ വീട്ടിന്റെ മുകളിൽ നമ്മളെ കോവിൽ ഉത്സവത്തിന് ഒരു ഹാള് വെച്ച് കെട്ടാൻ പറഞ്ഞ കമ്മിറ്റിക്കാരടുത്ത് അവന്മാരത് കേട്ടാ കേട്ടില്ല. അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ടല്ലോ. അയ്യോ, വർഗീസ് അണ്ണ പ്രശ്നം ഉണ്ടാക്കി. വർഗീസ് അണ്ണൻ പറഞ്ഞ 10 ദിവസം അവർക്ക് ചെവി അടിച്ചെന്ന് ഉറങ്ങുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ അവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കും, അങ്ങേരെ പള്ളിയിൽ 10 ദിവസം കൺവെൻഷൻ വെച്ചപ്പോൾ നമ്മളെന്താ ചെവിയാക്കാതെ കിടന്നു? ഇത് കോവിലും പള്ളിയൊക്കെ ആകുമ്പോഴും നമ്മൾ ഒരുമിച്ച് ഇതെല്ലാം കേട്ട് സഹിച്ച് പോവേണ്ടതല്ലേ? അങ്ങനെയല്ലേ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്? മതസൗഹാർദ്ദം അതിനെ പറ്റി ഒരു കഥ പറഞ്ഞു നമ്മളെ ബിരു. അവനെ കൊണ്ട് സംസാരിച്ചു. അവൻ അങ്ങ് പോണെങ്കിൽ പോട്ടേ, അവനെ വിളിച്ചുവിടെ വയ്ക്കാതെ അവന്റെ വായിക്കൊണ്ട് കേൾക്കേണ്ടി വരില്ലേ? ആണോ, ഉത്സവമൊക്കെ ആയി, നമുക്ക് വീട്ടിൽ വന്നിരുന്നു ഒരു പിരിവ് തന്ന് സഹായിക്കണം. നിങ്ങളെ പോലത്തെ ആൾക്കാരെല്ലാം നമുക്ക് സഹായിക്കാവുള്ളൂ. നിനക്കൊന്നും വേറെ ജോലികളില്ലടാ ഉത്സവത്തിന്റെ പേരും പറഞ്ഞു. നീ എന്ത് വർത്താനോടെ പറയണത്? ദൈവത്തിന് നിരക്കാത്ത പറയല്ലേ ബിനു? ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യവും ബിനു അടുത്തും പറഞ്ഞിട്ടില്ല. ദൈവം ഇല്ലെന്നുള്ള പ്രസ്താവനയും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ മനുഷ്യ ഇവിടെ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളുണ്ടല്ലോ ദൈവത്തിന്റെ പേരും പറഞ്ഞു. നമ്മൾ എന്തോന്ന് കാണിച്ചെന്നാണ് നീ പറയണത്? ദൈവവിശ്വാസികൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യണം. നിങ്ങളത് രണ്ടുപേർത്തും കൂടെ എൻ്റെ ഒരു ചോദ്യം, ഈ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ തന്നാൽ ഞാൻ ഇന്ന് മുതൽ നിങ്ങളെ കൂടെ നിൽക്കും. നീ ചോദിക്കേ, നിന്നോട് രണ്ട് ചോദ്യം ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നീ ചോദിക്കേ, ആദ്യം നീ ചോദിക്കേ. എടാ, ദൈവം മനുഷ്യനുണ്ടാക്കിയപ്പം കൈ കാല് എല്ലാം തന്നു. മനുഷ്യൻ ദൈവത്തിനുണ്ടാക്കി, ആ ദൈവത്തിന് കൈയും കാലും ഒക്കെ ഉണ്ടാടാ, അത് സംസാരിക്കണടാ. എടാ, ഇതൊന്നും മനസ്സിലാകാനാണ് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതിയുടെ പേരും മതത്തിന്റെ പേരും കിടന്ന് അടി വയ്ക്കണം. എന്ന് ഈ ബോധം മനുഷ്യന് വരുമോ അന്ന് നമ്മളെ ഈ നാട് നന്നാവും. എന്ന് വരെ എന്നാൽ ഈ കോലാഹലങ്ങൾ നമ്മൾ കാണേണ്ടി വരും. പോയടാ ജോലികൾ നോക്കി. അവൻ പറഞ്ഞത് നമ്മൾ ചിന്തിക്കേണ്ടിരിക്കണല്ലേ? എന്തിനു തേങ്ങ? അതിന്റെ പേരിൽ പൈസ അതാടാ പുള്ളി അങ്ങോട്ട്